സ്തോത്രം. പണ്ട് കാലത്ത് ഞാൻ ഓർക്കുന്നു, ഈ പ്രസംഗം എല്ലാം കേട്ടിച്ച് പോയൊരു അപ്പച്ചൻ വീട്ടിൽ ചെന്ന സമയത്ത് ഹെലികോപ്റ്റർ ഇങ്ങനെ താന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പരിചയമുള്ള സംഭവമൊക്കെ ആയിരിക്കും. താന്ന് പറഞ്ഞപ്പോൾ കർത്താവ് വന്നതെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയൊരു നാടാണ് നമ്മുടെ നാട്. ഈ ഹെലികോപ്റ്റർ പണ്ടില്ല, ഇന്ന് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇതിങ്ങനെ കറങ്ങിയപ്പോൾ ഭൂന്നും പറഞ്ഞ് സൗണ്ട്. അന്ന് കേട്ട പ്രസംഗം എന്നറിയാമോ? കർത്താവൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും സൗണ്ട് കേട്ടപ്പുറത്ത് കാഹളനാദവ ചാടി ഇറങ്ങിയ നാടാണ് നമ്മുടെ നാട്. അങ്ങനെയുള്ള ഭക്തന്മാർ പാർത്ത നാടാണ്. ഇന്ന് ആശീർവാദത്തിന് ആമേൻ കർത്താവെ വേഗം വരണേ എന്ന് പോലും നമ്മൾ പറയത്തില്ല. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. കഴിഞ്ഞിടയ്ക്ക് എവിടെയോ ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, പ്രസംഗം തുടങ്ങിയ ഒരു പകുതിയായപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു 3 ഹല്ലേലൂയ പറയാം. ദൈവമേ, അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇനി 3 ഹല്ലേലൂയ പറയിപ്പിക്കത്തില്ല. കാരണം 3 ഹല്ലേലൂയ എല്ലാവരും കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒരു 3-4 പേര് ബൈബിൾ വെച്ചോണ്ട് ഒറ്റ പോക്ക് പോവുക. എന്നോർത്ത് അവരോർത്ത് പരിപാടി തീർന്നെന്ന്. മനസ്സിലാക്കുന്നുണ്ടോ? ഒരു പാതി മയക്കത്തിൽ 3 ഹല്ലേലൂയ ഹല്ലേലൂയ അവരോർത്ത് തീർന്നെന്ന്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. കാരണം ഇറങ്ങിപ്പോയാലോ. മനസ്സിലാക്കുന്നുണ്ടോ? ആശീർവാദം പറയുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ പറഞ്ഞപ്പോൾ ബൈബിൾ എടുത്തു. പുത്രൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വാച്ച് കിട്ടി, മൊബൈൽ ഓൺ ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ കാര്യം പറയുമ്പോൾ വണ്ടിയെ കയറും, അല്ലെ ചെരിപ്പിടും. ഇതിനിടയ്ക്ക് ആമേൻ കർത്താവേ വേഗം വരണമെന്ന് ആര് പറയുന്നു? എങ്ങോട്ട് പോകാൻ നിൽക്കുക? ഇത് കണ്ട ഒരു മനുഷ്യൻ നല്ല പോരാട്ടം പോരാടി കിരീടമുറപ്പിച്ചപ്പോൾ സ്വർഗത്തിലെത്തുന്ന കാര്യം പോലും ചിന്തിക്കാൻ പറ്റാത്ത അന്തരീക്ഷത്തിൽ ദൈവസഭ നിൽക്കുമ്പോൾ ഈ രാത്രിയിലെ മെസ്സേജ് നമുക്കൊന്ന് മടങ്ങി